ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ ഇന്റർനാഷണൽ ബ്രേക്കുകളിൽ ബ്രസീലിന് വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ് ലൂയിസ് ഹെൻറിക്കെ. മുന്നേറ്റ നിര താരമായ ഇദ്ദേഹം ബോട്ടഫോഗോക്ക് വേണ്ടിയായിരുന്നു കളിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയായിരുന്നു ബ്രസീലിയൻ ദേശീയ ടീമിൽ അദ്ദേഹത്തിന് ഇടം നേടാൻ കഴിഞ്ഞത്. 6 മത്സരങ്ങൾ ബ്രസീലിന് വേണ്ടി കളിച്ച ലൂയിസ് 2 ഗോളുകൾ നേടിയിരുന്നു. പക്ഷേ ഇത്തവണത്തെ ബ്രസീലിയൻ ടീമിൽ ഇടം നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. അതിൻ്റെ കാരണം അദ്ദേഹം റഷ്യയിലേക്ക് പോയതാണ്. ജെനിത്ത് അദ്ദേഹത്തെ സ്വന്തമാക്കി. അവിടെ മോശമല്ലാത്ത രൂപത്തിൽ അദ്ദേഹം കളിക്കുന്നുണ്ട്. 11 മത്സരങ്ങളിൽ നിന്ന് 2 ഗോളുകളും 2 അസിസ്റ്റുകളും ഒക്കെ ലൂയിസ് ഹെൻറിക്കെ സ്വന്തമാക്കിയിരുന്നു. പക്ഷേ കാർലോ ആഞ്ചലോട്ടി അദ്ദേഹത്തെ പരിഗണിച്ചിരുന്നില്ല. എന്നാൽ ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് താൻ മടങ്ങിയെത്തും, അവർക്ക് തന്നെ വിളിക്കേണ്ടി വന്നേക്കും എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് ലൂയിസ് ഹെൻറിക്കെ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ബ്രസീലിൻ്റെ ദേശീയ ടീമിൽ ഇനിയും എനിക്ക് ചില കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ടെന്ന് എനിക്കറിയാം. തീർച്ചയായും അവർ എന്നെ കാണുക തന്നെ ചെയ്യും. അവർ എന്നെ പരിഗണിക്കുകയും വിളിക്കുകയും ചെയ്യും. ഇതാണ് ഇപ്പോൾ ലൂയിസ് ഹെൻറിക്കെ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് തിരിച്ചെത്തുക എന്ന ഒരു ടാസ്ക്കാണ് അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ളത്. റഷ്യൻ ലീഗിലേക്ക് പോയത് കൊണ്ട് തന്നെ ആ താരങ്ങളെ വലിയ രൂപത്തിൽ ഇപ്പോൾ ബ്രസീലിയൻ ക്യാമ്പ് പരിഗണിക്കുന്നില്ല. പ്രത്യേകിച്ച് ഡയറക്ടറായ റോഡ്രിഗോ കൈറ്റാനോക്ക് വലിയ താല്പര്യം ആ ഒരു കാര്യത്തിൽ ഇല്ല എന്നുള്ളതാണ്. ഗേഴ്സണും ഇത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് റോഡ്രിഗോ കൈറ്റാനോ നൽകി എന്നുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. പക്ഷേ കാർലോ ആഞ്ചലോട്ടി ഗേഴ്സണ് പരിഗണിക്കും എന്നുള്ള ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗേഴ്സൺ കൂടി ഇപ്പോൾ റഷ്യയിലേക്ക് പോവുകയാണ് എന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വരികയും ചെയ്തിരുന്നു. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.